പരിയങ്ങാട് ജുമാ മസ്ജിദ് ഒരു നാടിൻ്റെ തന്നെ സ്വപ്നം പൂവണിയുന്ന ഒരു മഹത്തായ ദിവസത്തിലാണ് ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത്. പരിയങ്ങാട് ദേശത്തിൻ്റെ ഒരുപാട് നാളത്തെ ഒരാഗ്രഹമായിരുന്നു നല്ലൊരു പള്ളി എന്നുള്ളത്. വെറും ഒരു ആഗ്രഹം മാത്രമല്ല, അതൊരു അത്യാവശ്യം കൂടിയായിരുന്നു. കാരണം പഴയ പള്ളിക്ക് അത്ര കേടുപാടുകൾ സംഭവിച്ചിരുന്നു. അങ്ങനെ നാട്ടുകാരുടെയും പ്രവാസികളുടെയും ഉസ്താദുമാരുടെയും നിരന്തരമായിട്ടുള്ള പരിശ്രമം മൂലം പുതിയൊരു പള്ളി നിർമ്മിക്കാനുള്ള ഒരു വഴി രൂപപ്പെട്ടു വന്നു. സൗദിയിൽ നിന്നുള്ള ഒരു മഹത് വ്യക്തി അകമഴിഞ്ഞ് സഹായിക്കാമെന്നേറ്റതോടെ 8 മാസങ്ങൾക്ക് മുമ്പ് പള്ളി പൊളിച്ചു. അതുകൊണ്ട് തന്നെ പള്ളിയുടെ പണി എത്രയും പെട്ടെന്ന് പൂർത്തിയാക്കുക എന്നുള്ളത് ഒരു അത്യാവശ്യ കാര്യം കൂടിയായിരുന്നു. അങ്ങനെ നാട്ടുകാരും ഉസ്താദുമാരും നല്ലവരായ പ്രവാസികളും പരസ്പരം കൈകോർത്തു. ഒടുവിൽ പള്ളി എന്ന സ്വപ്നം യാഥാർത്ഥ്യമായി. അത്യാധുനിക സൗകര്യങ്ങളോട് കൂടിയിട്ടുള്ള മനോഹരമായിട്ടുള്ള ഒരു ഇരുനില പള്ളി. ചുറ്റുമതിലൊക്കെ കെട്ടി ഇന്റർലോക്കൊക്കെ വിരിച്ച് പള്ളിയുടെ പരിസരം വളരെ മനോഹരമാക്കിയിട്ടുണ്ട്. ഒരേ സമയം 800-ൽ കൂടുതൽ ആളുകൾക്ക് ഈ പള്ളിയിൽ നിസ്കരിക്കാം. പട്ടിക്കാടുള്ള അനീസ്കോ ഗ്രൂപ്പാണ് വെറും 8 മാസങ്ങൾ കൊണ്ട് പള്ളിയുടെ പണി പൂർത്തിയാക്കി തന്നത്. കൂടാതെ നാട്ടുകാരും പ്രവാസി ഗ്രൂപ്പായ ഗ്ലോബൽ കമ്മിറ്റിയും കൂടി ചേർന്നപ്പോൾ പള്ളിയുടെ പണി വളരെ വേഗത്തിൽ പൂർത്തിയായി. സാമ്പത്തികമായും ശാരീരികമായും സഹായിച്ച ഒരുപാട് വ്യക്തികളുണ്ട്. പക്ഷെ അതൊന്നും ഞങ്ങൾ ഈ വീഡിയോയിൽ എടുത്തു പറയുന്നില്ല. കാരണം ഇന്ന് ഈ വീഡിയോ എടുക്കുന്നത് പുതിയ പള്ളിയുടെ കാഴ്ചകളും അതിലെ സൗകര്യങ്ങളും പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. പുഴക്ക് ചാരിക്കിടക്കുന്ന പുതിയ പള്ളി കാണാൻ എന്തു ഭംഗിയാണെന്നോ. പുഴക്കരയിൽ തിങ്ങി നിൽക്കുന്ന മരങ്ങൾക്കിടയിലെ ഒരു മനോഹരമായിട്ടുള്ള പള്ളി. നല്ല ഭംഗിയായിട്ടാണ് പള്ളിയുടെ ഡിസൈനും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത്. മെയിൻ എൻട്രൻസ് തുറന്ന് അകത്തേക്ക് പ്രവേശിച്ചാൽ വളരെ വിശാലമായിട്ടുള്ള ഹാളും നമുക്ക് കാണാം. കാർപ്പറ്റൊക്കെ വിരിച്ച് ലൈറ്റ്സ് ഒക്കെ ഫിറ്റ് ചെയ്ത് ഉഷാറാക്കിയിട്ടുണ്ട്. ഗോൾഡൻ കളറുള്ള കാർപ്പറ്റും ഗോൾഡൻ ലൈറ്റ്സും ഒക്കെ കണ്ടപ്പോൾ എനിക്കൊരു അറബ് ഫീലായിട്ടാണ് പള്ളിയുടെ അകവശം തോന്നിയത്. ഫസ്റ്റ് സൊഫിന്റെ മുകളിലായിട്ട് ഗോൾഡൻ കളറുള്ള ഒരു വലിയ ഹാങ്ങിങ് ലൈറ്റ് കൊടുത്ത് മനോഹരമാക്കിയിട്ടുണ്ട്. സ്റ്റേഴ്സ് എല്ലാം ടൈൽ വർക്കൊക്കെ ചെയ്ത് സൂപ്പർ ആക്കിയിട്ടുണ്ട്. ഈ കാണുന്നതാണ് പള്ളിയുടെ 2nd ഫ്ലോർ. 1-ാം നിലയിലേതുപോലെ തന്നെ 2-ാം നിലയും വളരെ വിശാലമാണ്. കാർപ്പറ്റും കാര്യങ്ങളൊക്കെ വിരിച്ച് ലൈറ്റ്സും കാര്യങ്ങളൊക്കെ ചെയ്ത് വളരെ മനോഹരമാക്കിയിട്ടുണ്ട്. പള്ളിയുടെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നമായിരുന്നു പാർക്കിംഗ് സൗകര്യമില്ലാത്തത്. എന്നാൽ ഇത്തവണ പള്ളിക്ക് തൊട്ടുപുറകെ വിശാലമായിട്ടുള്ള പാർക്കിംഗ് സൗകര്യവും ഒരുക്കിയിട്ടുണ്ട്. ഭംഗി കൊണ്ടും സൗകര്യം കൊണ്ടും ഒരുപാട് മുന്നിട്ട് നിൽക്കുന്ന ഒരു പള്ളിയാണ് ഇന്നത്തെ പരിയങ്ങാടിലെ പുതിയ പള്ളി. 5 മഹല്ലുകളുടെ ഒരു കേന്ദ്രമാണ് പരിയങ്ങാട് പള്ളി. പരിയങ്ങാട് കൂടാതെ അഞ്ചുചെവിടി, മൂച്ചിക്കൽ, കറുത്തേനി, തട്ടാരമുണ്ട എന്നീ സ്ഥലങ്ങളെല്ലാം പരിയങ്ങാട് പള്ളിയുടെ കീഴിലാണ് വരുന്നത്. പരിയങ്ങാട് പള്ളിക്ക് വേണ്ടി പ്രവർത്തിച്ച ഓരോ വ്യക്തിക്കും നന്ദി അറിയിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ കൊച്ചു വീഡിയോ ഞാൻ ഇവിടെ അവസാനിപ്പിക്കുക. ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞ എന്തെങ്കിലും കാര്യത്തിൽ തെറ്റ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണം. ഒരു നാടിൻ്റെ സ്വപ്നത്തിൽ പങ്കാളിയാവാൻ സാധിച്ചതിന് അതിയായ സന്തോഷമുണ്ട്. അപ്പോൾ ഈ വീഡിയോ ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അസ്സലാമു അലൈക്കും.